വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 9-ാമത്തെ അധ്യായത്തിലെ 11 മുതൽ 15 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകം 16. അഹം ക്രതുരഹം യജ്ഞ സ്വധാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യമഹമഗ്നിരഹം ഹുതം. അന്വയം. ക്രതുഃ അഹം, യജ്ഞഃ അഹം, സ്വധാ അഹം, ഔഷധം അഹം, മന്ത്രഃ അഹം, ആജ്യം അഹം, അഗ്നിഃ അഹം, ഹുതം അഹമേവ. അതായത്, വേദോക്തമായ യാഗവും സ്മൃതിപ്രോക്തമായ യജ്ഞവും പിതൃക്കൾക്കായുള്ള ശ്രാദ്ധാദി കർമ്മങ്ങളും ഔഷധവും മന്ത്രങ്ങളും ഹോമദ്രവ്യങ്ങളും അഗ്നിയും ഹോമക്രിയയും ഞാൻ തന്നെയാകുന്നു. വിവിധ കർമ്മങ്ങളിലും അതിനുള്ള ഘടകങ്ങളിലും മറ്റെല്ലാ വസ്തുക്കളിലും ഉള്ള ഉണ്മ പരമാത്മാവാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ശ്ലോകം 17. പിതാഹമസ്യ ജഗതോ മാതാ ധാതാ പിതാമഹ വേദ്യം പവിത്രമോംകാര ഋക്സാമയജുരേവ ച. അന്വയം. അസ്യ ജഗതഃ പിതാ മാതാ പിതാമഹഃ ധാതാ വേദ്യം പവിത്രം ഓംകാരഃ ഋക്സാമയജുഃ അഹമേവ ച. അതായത്, ഈ ജഗത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും ജീവികൾക്ക് കർമ്മങ്ങളുടെ ഫലത്തെ കൊടുക്കുന്നവനും അറിയപ്പെടേണ്ടതും പരിശുദ്ധവുമായ വസ്തുവും ഓം എന്ന പ്രണവമന്ത്രവും ഋക് സാമം യജുസ് എന്നീ വേദങ്ങളും ഞാൻ തന്നെയാകുന്നു. ച എന്ന ശബ്ദം കൊണ്ട് അഥർവവേദത്തെയും ഗ്രഹിക്കേണ്ടതാണെന്ന് ശങ്കരാചാര്യർ. ശ്ലോകം 18. ഗതിർഭർത്താ പ്രഭുഃ സാക്ഷി നിവാസ ശരണം സുഹൃത് പ്രഭവപ്രലയസ്ഥാനം നിധാനം ബീജമവ്യയം. അന്വയം. ഗതിഃ ഭർത്താ പ്രഭുഃ സാക്ഷി നിവാസഃ ശരണം സുഹൃത് പ്രഭവഃ പ്രലയഃ സ്ഥാനം നിധാനം അവ്യയം ബീജം അഹം. അതായത്, പ്രാപ്യസ്ഥാനവും ഭരിക്കുന്നവനും സർവത്തെയും നിയന്ത്രിക്കുന്നവനും സകലത്തിനും സാക്ഷിയായി വർത്തിക്കുന്നവനും സർവത്തിൻ്റെയും ഇരിപ്പിടവും ആശ്രയവും ഹിതത്തെ ചെയ്യുന്നവനും ഉൽപ്പത്തിസ്ഥാനവും ലയസ്ഥാനവും ആധാരവും സർവത്തിൻ്റെയും നിക്ഷേപസ്ഥാനവും ഒരിക്കലും നശിക്കാത്ത കാരണവസ്തു അതായത് ബീജവും ഞാൻ തന്നെയാകുന്നു. സാധാരണയായി വിത്ത് മുളച്ചു വരുന്നതോടെ വിത്ത് നാശമടയുന്നു. പരമാത്മാവായ ബീജം അങ്ങനെ നശിക്കുന്നില്ല. അത് ഒരിക്കലും നശിക്കാത്ത ബീജമാകുന്നു. ശ്ലോകം 19. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുത്സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. അന്വയം. അർജുന, അഹം തപാമി, അഹം വർഷം നിഗൃണാമി, ഉത്സൃജാമി ച അമൃതം ച മൃത്യുഃ ച സച്ച അസച്ച അഹമേവ. അതായത്, അല്ലയോ അർജുന, ഞാൻ ലോകത്തിന് ചൂട് നൽകുന്നു, മഴയെ തടഞ്ഞു നിർത്തുകയും പെയ്യിക്കുകയും ചെയ്യുന്നു. മരണമില്ലായ്മയും മരണവും അതായത് അനശ്വരത്വവും നശ്വരത്വവും സത്തും അസത്തും അതായത് ഉണ്മയും ഇല്ലായ്മയും ഞാൻ തന്നെയാകുന്നു. ഇവിടെ അസത് എന്ന പദം കൊണ്ട് തീരെ ഇല്ലാത്തത് എന്ന അർത്ഥം ധരിക്കരുത്. സത് എന്നതിന് സൂക്ഷ്മമായ കാരണത്തെ സംബന്ധിച്ച് അറിയപ്പെടുന്ന സ്ഥൂലമായ തൽക്കാര്യം എന്നും അസത് എന്നതിന് അതിൻ്റെ വിപരീതമായ സൂക്ഷ്മാവസ്ഥ എന്നുമാണ് താൽപ്പര്യമെന്ന് ശങ്കരഭാഷ്യം. ഇനി ശ്ലോകം 20. ത്രൈവിദ്യാമാം സോമപാഃ പൂതപാപാഃ
യജ്ഞൈരിഷ്ട്വാ സ്വർഗതിം പ്രാർത്ഥയന്തെ തേ പുണ്യമാസാദ്യ സുരേന്ദ്രലോകമശ്നന്തി ദിവ്യാൻ ദിവി ദേവഭോഗാൻ. അന്വയം. ത്രൈവിദ്യാഃ യജ്ഞൈഃ മാം ഇഷ്ട്വാ സോമപാഃ പൂതപാപാഃ സ്വർഗതിം പ്രാർത്ഥയന്തെ തേ പുണ്യം സുരേന്ദ്രലോകം ആസാദ്യ ദിവി ദിവ്യാൻ ദേവഭോഗാൻ അശ്നന്തി. അതായത് ഋഗ്, യജുസ്, സാമം എന്നീ 3 വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ യാഗങ്ങളെ കൊണ്ട് എന്നെ പൂജിച്ചിട്ട് യജ്ഞശിഷ്ടമായ സോമപാനം ചെയ്ത് പാപരഹിതരായി സ്വർഗപ്രാപ്തിക്കായി എന്നെ പ്രാർത്ഥിക്കുന്നു. അവർ പുണ്യഫലമായ സ്വർഗത്തെ പ്രാപിച്ചിട്ട് അവിടെ ദിവ്യങ്ങളായ ദേവഭോഗങ്ങളെ അനുഭവിക്കുന്നു. ഭഗവാൻ തുടർന്ന് വിവരിക്കുന്നത് അടുത്ത ലക്കത്തിൽ കേൾക്കാം. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.